അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ട മസാലയാണിത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി. ഇതിൽ മസാലകളൊന്നും ചേർക്കണില്ല, പെരിഞ്ജീരകമായിട്ട് ചേർക്കണേ. പിന്നെ ആദ്യം മിക്സിയുടെ ജാറിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇത്ര ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ മസാലപ്പൊടി എടുത്ത് വെച്ചല്ല, ആ മസാലപ്പൊടി അതുപോലെ തന്നെ അതിട്ടെടുത്ത് കൊട്ടണം. ഇതിൽ ചിക്കൻ മസാല കാര്യങ്ങളൊന്നും ചേർക്കണില്ല. അതിന് പകരമാണ് ആ പെരിഞ്ജീരകപ്പൊടി ചേർക്കണേ കേട്ടോ. അത് നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് ചേർക്കുക. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി മുളക് പൊടിയൊക്കെ ആ എരിവനുസരിച്ച് എല്ലാം എടുത്താൽ മതി. അത് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം, ഒട്ടും വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് പിന്നെ ഇത് ചിക്കനിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കും. പിന്നെ മല്ലിയിലയും തൈരും കൂടി കൂട്ടി കുഴച്ച് നല്ലപോലെ കുഴച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് റെസ്റ്റിങ്ങിന് വെച്ചിട്ട് വേണം കറി വെക്കണമെങ്കിൽ. അപ്പോഴേക്കും ആ ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിക്കും കേട്ടോ. ഇതിൽ ഉപ്പ് ഇടണം കേട്ടോ, കുഴക്കണ സമയത്ത് ഉപ്പ് ഇടണേ, ഉപ്പിടാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിക്കനിൽ ഉപ്പ് പിടിക്കില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് സവാള കാര്യങ്ങൾ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക. തക്കാളി സവാള അപ്പോൾ 1 കിലോനായതുകൊണ്ട് ഞാനൊരു 2-3 തക്കാളി അല്ല 3 സവാള എടുത്തുള്ളൂ. ഒരു തക്കാളീൻ്റെ ഇച്ചിരി സാമാന്യം വലിയതായതുകൊണ്ട് ഒരു തക്കാളി എടുത്തുള്ളൂ. നല്ലോണം ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ എണ്ണ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കണുള്ളൂ. അത് കഴിഞ്ഞ് പൊടിക്കാത്ത മസാല ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു, പട്ട, ഏലക്ക. അപ്പോൾ അതിട്ട് കഴിഞ്ഞ് അതൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേനെ നമുക്ക് കൂടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കഴിഞ്ഞ് സവാള നല്ലപോലെ വാടണം കേട്ടോ. ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങാൻ നേരത്ത് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ സവാള വാടാൻ വേണ്ടി ഒരു ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് തക്കാളിയും കൂടി നല്ലപോലെ വാടണം കേട്ടോ. ഇതെല്ലാം വാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ എടുത്തിടാൻ. ഇതിപ്പോൾ എൻ്റെ സ്വന്തമൊന്നുമല്ല, ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കണേ കേട്ടോ. ഞാൻ മിക്കവാറും നോൺ വെജൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഷാമിസ് കിച്ചൺ ഇല്ല, അവരുടെ നോക്കിയായിട്ട് ഉണ്ടാക്കണേ. എന്നാലും മന്തി ഉണ്ടാക്കിയപ്പോഴൊക്കെ അത് നോക്കിയായിട്ട് ഉണ്ടാക്കണം. നമ്മൾ അവർ പറഞ്ഞ കറക്റ്റ് അളവിൽ ഇടുമല്ലോ, ആ ടേസ്റ്റ് അതുപോലെ തന്നെ കിട്ടും കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ആദ്യം ഓർത്തേം പാളിപ്പോയെന്ന് ഓർത്തേ, പക്ഷെ പാളിപ്പോയില്ല, കറക്റ്റ് അതുപോലെ തന്നെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ചിക്കനിട്ട് കുറച്ച് നേരം ചിക്കനൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തേ. ചാറ് ഇവിടെ ഇത്തിരി വേണം, നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന കറിയായതുകൊണ്ട് ചാറ് ഇത്തിരി നല്ല വേണം, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും പറ്റിപ്പോകും. ഞാനത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്, പിന്നെ പിറ്റേ ദിവസത്തേക്കും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചാറിനനുസരിച്ച് ഒഴിച്ചാൽ മതി, അങ്ങനെയാണ് അതിൽ പറയണേ. അപ്പോൾ ഞാൻ എന്തായാലും 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച്, എനിക്കെന്തായാലും ചാറ് നല്ലോണം വേണം. ഇവിടെ ചാറില്ലാത്ത കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ പറയണതൊന്നും മനസ്സിലായില്ലേ, എൻ്റെ മസാലകളൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഷാമിസ് കിച്ചണിൽ കയറി നോക്കിയാൽ അവർ കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ നോക്കി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു തപ്പലും വരില്ല. ഞാനത് അവരുടെ നോക്കി ഉണ്ടാക്കണമല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ അവരുടെ ചാനലിൽ കയറി നോക്കാം. അപ്പോൾ എൻ്റെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.